വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങും. പിന്നെ നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള സമയമാണ്. നല്ല രസമാണ് ആ സമയത്ത് പുറത്തിറങ്ങിയിരിക്കാൻ. വെയിലിൻ്റെ ചൂടൊക്കെ കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും, ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടാവും. നമുക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം. രണ്ട് മരം കൊത്തി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട ഉടനെ തന്നെ പാറിപ്പോയി. ഈ ഒരു പൂവിന് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാ പറയാറ്? ഇവിടെ ഇതിന് നിശാഗന്ധി എന്നോ ഗന്ധരാജ് എന്നൊക്കെ പറയും. പേരെന്തായാലും നല്ല അടിപൊളി മണമാണ് കേട്ടോ ഇതിന്. വീട്ടിലാകെയുള്ള ഒരു പൂവ് ഇപ്പോൾ ഇത് മാത്രമാണ്. പിന്നെ നമുക്ക് പേരക്കയൊക്കെ പറിച്ച് കഴിക്കാം. അതുപോലെ ചെറിയ മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇവരെല്ലാവരും മേലേക്ക് നോക്കി നിൽക്കുന്നത് മുകളിലൊരു കായുണ്ട്, പൂച്ചപ്പഴം എന്നോ പൂടപ്പഴം എന്നൊക്കെ പറയുന്ന ഇത് പഴുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഇതൊന്നും കഴിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ അത് ഉമ്മ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അത് നോക്കി നിൽക്കുമായിരുന്നു. നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സെയിം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിനുണ്ടായിരുന്നത്. പിന്നെ ഇതാ പിള്ളേരൊക്കെ ടയറില്ലാത്ത ബസ്സൊക്കെ ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്ന് കുറച്ച് ദൂരേക്ക് നോക്കുമ്പോൾ ഇതാ വെളുത്ത നിറത്തിലുള്ള പൂവോ ഇലയോ എന്തോ കാണുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചപ്പോൾ ഉമ്മയും ഉമ്മയൊക്കെ പറഞ്ഞു അതാണ് വെള്ളിയിലെ താളിയെന്ന്. പണ്ട് താളിയായിട്ട് തലയിൽ തേക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, താരൻ പോകാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് ഞാൻ കുറച്ച് പറിച്ചുകൊണ്ട് വന്നു. ഇതാണ് ഇവിടുത്തെ പൂച്ച. 4 ആൾ കൂടി നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കയറി ഇരുന്നിട്ട് വർത്താനം കേട്ടിരിക്കലാണ് ഇതിൻ്റെ ഹോബി. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ മിക്ക വൈകുന്നേരങ്ങളും.